ഹലോ, ഓണം റിലീസ് മലയാള മൂവി സീരീസിൽ ഞാൻ കണ്ട തേർഡ് മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര, written and directed by Dominic Arun, screenplay by Dominic Arun and Shanti Balachandran, DOP by Nimesh Ravi, Dulquer Salman production, music by JX Vijay and production design by Banglan, starring Kalyani Priyadarshan, Naslin, Chandu, Salim Kumar, Nishan Sagar, Vijay Raghavan. അങ്ങനെ ഒരു എന്താ പറയുക, അടിപൊളി ആക്ടേഴ്സ് നിറഞ്ഞ ഒരു മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോക ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. സാധാരണ സൂപ്പർ ഹീറോ മൂവീസൊക്കെ നോർസ് മിത്തോളജി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു കേരള മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഒരു രക്ഷയില്ല, സ്റ്റോറി സൂപ്പറാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താ പറയുക, ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് മൂവി കൊണ്ടുപോകുന്നത്. മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിന് ഒരു മോഡേൺ ടച്ച് കൊടുത്തിട്ടുള്ളൊരു സൂപ്പർ ഹീറോ സ്റ്റോറിയാണ്. ഇങ്ങനത്തെ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജേണറിലുള്ള സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആക്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ അമ്മോ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കല്യാണിയുടെ ലുക്ക് ഭയങ്കര സ്റ്റണ്ണിങ് ആണ് കേട്ടോ. കല്യാണിയുടെ കോസ്റ്റ്യൂം, കല്യാണിയുടെ ലുക്ക്, ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. പിന്നെ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന മൂവിയിലേക്ക് നസ്ലിൻ്റെയും ചന്തു സലീം കുമാറിൻ്റെയൊക്കെ ഒരു ചെറിയ എന്താ പറയുക ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ്ക്ക്. അത് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയിൽ ഇവരുടെ ഹ്യൂമർ വരുമ്പോൾ അത് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആക്ടേഴ്സ് ആരും ഓവറാക്കി ഒന്നും ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള റോൾസ് ആണെങ്കിലും ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരതെല്ലാം വളരെ നാച്ചുറലായിട്ടാണ് ഈ മൂവിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൊരു സസ്പെൻസ് ഫാക്ടർ എന്താ പറയുക, സാധാരണ മൂവിയിലൊക്കെ ക്യാമിയോസ് വരുന്നത് പോലെ ഈ മൂവിയിലും ഉണ്ട് ക്യാമിയോസ് കേട്ടോ. പക്ഷെ അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഇഷ്ടംപോലെ ക്യാമിയോസിനെ ഫില്ല് ചെയ്തിട്ടുണ്ട് മൂവിയിൽ. പക്ഷെ അതൊന്നും ഒട്ടും ബോറിംഗ് അല്ലാത്ത രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ചില ക്യാമിയോസ് ഒക്കെ വരുമ്പോൾ തിയേറ്ററിലുള്ള ഒരു ഓളം ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് വരും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ക്യാരക്ടേഴ്സ്, ഒത്തിരി ആക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. ഇത് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം, സസ്പെൻസ് ആണ്. ആക്ച്വലി കുറേ പേർക്ക് അറിയാം ആരൊക്കെയാണ് അതെന്നുള്ളത്. പക്ഷെ മൂവി കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. ചില ക്യാമിയോസ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ബേക്കറി പോയിട്ട് ഒരു നല്ല ചൂടുള്ള ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണി വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് ഒരു വാനില ഐസ്ക്രീം ഇട്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും. അങ്ങനെയാണ് സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ ചില ക്യാമിയോസ് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ. പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭയങ്കര മോഡേൺ, അതായത് ബാംഗ്ലൂർ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് അവർ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവരൊരു ഫോക്ലോർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ കുട്ടി അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അവൾ അടിപൊളിയാണ്. അവളുടെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ അടിപൊളിയാണ്. ആക്ച്വലി തിയേറ്ററിൽ കുട്ടികളിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മൊമെന്റ് തൊട്ടാണ് അവർക്ക് ആ മൂവിയോട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുന്നത്. കുറച്ച് കാണാൻ പറ്റില്ല. എടുത്തു പറയേണ്ട കാര്യമാണ് ജെക്സ് ബിജോയുടെ മ്യൂസിക്. തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് അത് ഈ മനുഷ്യൻ്റെ മ്യൂസിക് കാരണമാണ്. പ്രൊഡക്ഷൻ ഡിസൈനും എടുത്തു പറയേണ്ട കാര്യമാണ്. ബംഗ്ലാൻ്റെ അടിപൊളിയായിട്ടാണ് അവർ എന്താ പറയുക ഒരു സെറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ബാംഗ്ലൂർ അവർ കാണിക്കുന്നതും അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്, കൂടുതൽ കുറേ റെഡ് ടച്ചൊക്കെ കൊടുത്തിട്ടുള്ള ലൈറ്റിങ്സ് രാത്രിയൊക്കെ കാണണം. നമുക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെടും ആ മൂവിയിൽ. ഓരോ സീൻസും, ഓരോ സീൻ പോലും നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. ഞാൻ സാധാരണ തിയേറ്ററിൽ പോകുമ്പോൾ ചില മൂവീസൊക്കെ കാണുമ്പോൾ നമ്മൾ വാച്ച് നോക്കും, എത്ര മണിയായി, എപ്പോഴാണ് കഴിയുക. ഇതിൽ ഞാൻ ആ മൂവി തുടങ്ങി മൂവി എൻഡ് ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ വാച്ച് നോക്കിയിട്ടില്ല എപ്പോൾ കഴിയുന്ന. മൂവി എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണോ ഇത്രയും സമയമായോ എന്ന് നോക്കിയത്. OTTയിൽ മൂവി ഇറങ്ങിയിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്കൊരു നഷ്ടമാണ്. നിങ്ങളിത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് ആ സൗണ്ട് ഇഫക്റ്റ്, ആ VFX ഇഫക്റ്റ് ഇതെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ആ മൂവി കാണണം കേട്ടോ. വീട്ടിൽ വന്നിരുന്ന് കാണുമ്പോൾ നമുക്ക് ഇഫക്റ്റ് ഒന്നും കിട്ടുന്നത് ജസ്റ്റ് ആ സ്റ്റോറി എന്താണെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു മൂവി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇങ്ങനൊരു മൂവി നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയതിൽ. ഇങ്ങനൊരു മൂവി ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ കൊണ്ടുവന്നതിൽ നല്ല ഹാപ്പിയാണ്. ഇതുപോലത്തെ മൂവീസ് ഇനിയും ദുൽഖർ സൽമാൻ കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, മൂവി കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആ ലാസ്റ്റ് ക്രെഡിറ്റ്സ്, ഫൈനൽ ക്രെഡിറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആരും തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോകല്ലേ. അതിന് പിന്നെയും ചെറിയ എന്താ പറയുക ടെയിലെൻഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റ് വാച്ചാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും കാണണം. എനിക്ക് തോന്നുന്നു ലോകയുടെ നെക്സ്റ്റ് ചാപ്റ്റർ അതിലേക്കുള്ളൊരു സ്റ്റോറിയാണ് ഏറ്റവും ലാസ്റ്റ് അവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മിസ് ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ദർശന രാജേന്ദ്രൻ പറയുന്നത് കണ്ടിരുന്നു, മലയാളത്തിലെ ഫീമെയിൽ സെൻട്രിക് മൂവീസ് ഇറങ്ങുന്നത് വളരെ കുറവാണെന്ന്.
ഈ മൂവി കണ്ടാൽ എന്താ പറയുക, ആ ഒരു പെർസെപ്ഷൻ എന്തായാലും മാറും കേട്ടോ. കട്ട് വെയിറ്റിംഗ് ആണ് വേഫെയറർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടുത്ത സൂപ്പർ ഹീറോ മൂവീസ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ആ സൂപ്പർ ഹീറോസിനുണ്ട് കുറേ ഇമോഷൻസും കാര്യങ്ങളൊക്കെ, അവർക്കും ഉണ്ട് ചലഞ്ചസ്. സോ ആ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൂവിയിൽ ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ആക്ടറാണ് സാൻഡി മാസ്റ്റർ. അദ്ദേഹം ഈ മൂവിയിൽ ഒരു പോലീസ് ഓഫീസറിന്റെ റോളാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. നാച്ചിയപ്പ എന്ന പേരുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സായി മാറട്ടെ നമ്മുടെ പുതിയ വേഫെയറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. അങ്ങനെ ഒരു അമേസിംഗ് മലയാളം മൂവി കണ്ടതിന്റെ എല്ലാ സാറ്റിസ്ഫാക്ഷനോടും കൂടി ഞാൻ ഈ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയും ഇതുപോലത്തെ അമേസിംഗ് ആയിട്ടുള്ള മലയാളം മൂവീസ് ഇറങ്ങട്ടെ. സോ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സോ ഇനിയും കാണാം നമുക്ക്. അതുവരെ ടാറ്റാ ബൈ.